ഏവർക്കും ഇക്കോസ് ഓഫ് നിലയിലേക്ക് സ്വാഗതം. മിഴിനില എഴുതിയ കഥ പത്മ, അധ്യായം 5. പാമി, പെണ്ണെ. കത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അഭിസംബോധന ചെയ്തിരിക്കുന്ന പേരുകൾ വായിച്ചവൾ എന്തോ എന്ന് അറിയാതെ വിളികേട്ടുപോയി. അതങ്ങനെയായിരുന്നല്ലോ. ജിതൻ എപ്പോൾ വിളിച്ചാലും എന്തോ എന്നവൾ വിളി കേൾക്കുമായിരുന്നു. തൻ്റെ കാതിനരികിലിരുന്ന് ജിതൻ തന്നെ വിളിക്കുകയാണെന്ന് അവൾക്കൊരു നിമിഷം തോന്നിപ്പോയി. എനിക്കറിയാമായിരുന്നു കുട്ടി, എന്നെങ്കിലും ഒരിക്കൽ നീ എനിക്കായി ഇവിടേക്ക് വരുമെന്നും ഈ കത്ത് കണ്ടെത്തുമെന്നും. നീ ഇത് കണ്ടെത്തുമെന്ന ശുഭപ്രതീക്ഷയോടെ തന്നെയാണ് ഞാനിതിവിടെ കുറിക്കുന്നത്. ആദ്യമേ ചോദിക്കട്ടെ, എൻ്റെ പാമി പെണ്ണിന് സുഖമല്ലേ? അത്രയും എത്തിയതും അവിടെ ഒന്ന് മൂളിപ്പോയി. ആണ്, സുഖമാണ്. ജിതൻ്റെ പാമിക്ക് സുഖമാണ്. നിങ്ങളതറിയുന്നില്ലേ ജിതൻ? പിന്നീട് ഉള്ളം മൊഴിഞ്ഞത് അങ്ങനെയാണ്. അറിയാം, കൂടെ കൂട്ടാൻ കഴിഞ്ഞില്ലെനിക്ക്. അതിൽ നിനക്ക് ചെറുതെങ്കിലും ഒരു പരിഭവം ഇപ്പോഴും കാണും എന്നും അറിയാം. എല്ലാം വിധിയെന്ന് സമാധാനിക്കാമല്ലേ? അതെ, ഈ വിധി അനിവാര്യവുമായിരുന്നു. എൻ്റെ ദേഹം ഈ ലോകത്തെ വിട്ടകന്നതിന് ശേഷമാകും നീ നിനക്കായി കാത്തിരിക്കുന്ന ഈ മുറിയെക്കുറിച്ചും ഇവിടെ നിനക്കായി ഞാൻ കരുതി വെച്ചവയെക്കുറിച്ചും അറിയുകയുണ്ടാവുക. ആ കാര്യം ഞാൻ രഘുറാമിനോട് നേരത്തെ ചട്ടം കെട്ടിയിരുന്നു. ഞാൻ മരിക്കുന്ന പക്ഷം എൻ്റെ ദൂത് നിന്നെ തേടി എത്തുകയും നീ എനിക്കായി ഇവിടേക്ക് വരികയും ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പാമി, നീ എന്ന പുണ്യത്തെ സ്വന്തമാക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കുട്ടി. എത്രമേൽ മോഹിച്ചിരുന്നു. പക്ഷേ ജീവിതത്തിലെ തിരക്കുകൾ ഒഴിഞ്ഞ് നമുക്കായി ഒരു ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങിയപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു. നീ എനിക്കായി കാത്തിരിക്കുന്നു എന്നറിഞ്ഞിട്ടും നിന്നെ കൂടെ കൂട്ടാൻ അനുവദിക്കാത്ത വണ്ണം വിധിയുടെ വികൃതകരങ്ങൾ, അർബുദത്തിൻ്റെ വേരുകൾ എന്നിൽ ആഴത്തിൽ വേരോടിയിരുന്നു. അവ എന്നെ നിന്നിൽ നിന്നും ഒരുപാട് ദൂരേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഇനി അതിൻ്റെ ബന്ധനത്തിൽ നിന്നൊരു മോചനം ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ നാൾ മുതലാണ് ഞാൻ നിന്നിൽ നിന്നും ഒരു അകലം സൂക്ഷിക്കാൻ ശ്രമിച്ചത്. മനഃപൂർവ്വം തമ്മിൽ കാണാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കിയത്. യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരാളുടെ ജീവിതത്തിലേക്ക് നിന്നെ കൈപിടിച്ചു കയറ്റി നിനക്ക് കൂടി വേദന തരാൻ കഴിയാത്തതിനാലാണ് എല്ലാത്തിൽ നിന്നും എല്ലാവരിൽ നിന്നും ഞാൻ ആ മഹാദേവൻ്റെ മണ്ണിലേക്ക്, ഈ പുണ്യഭൂമിയിലേക്ക് ഒളിച്ചോടിയത്. ലക്ഷ്യമില്ലാതെ ഒരു ഭ്രാന്തനെപ്പോലെ ഞാൻ ഈ മണ്ണിലൂടെ അലഞ്ഞു നടന്നത് എത്രയോ ദിനരാത്രങ്ങളിലെന്നോ. അവസാനം എനിക്ക് തലചായ്ക്കാനായി ഒരിടമൊരുക്കുന്നത് രഘുറാമാണ്. എന്തോ ഒരു മുജ്ജന്മ ബന്ധം പോലെ അയാൾ എന്നെ ചേർത്ത് പിടിച്ചു. കഴിക്കാൻ ഭക്ഷണം വിളമ്പി. കിടക്കാൻ എനിക്കായി ഈ മുറി വിട്ടുതരുമ്പോൾ ഒരിക്കലും അയാളിൽ ഒരു മുഷിവ് ഞാൻ കണ്ടില്ല. അയാളുടെ വരുമാന മാർഗമായിരുന്നിട്ട് കൂടി സൗജന്യമായാണ് ഈ ലോഡ്ജിലൊരു മുറി അയാൾ എനിക്കായി സമ്മാനിച്ചത്. ലോകത്ത് അങ്ങനെയും ചില മനുഷ്യർ, പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ വെറും സ്നേഹബന്ധത്തിൻ്റെ പേരിൽ സ്വന്തം ജീവിതം പോലും വെച്ചു നീട്ടുന്നവർ. അന്നത്തെ ആ ഒളിച്ചോട്ടം അതൊരുപാട് നന്നായി എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. നാട്ടിൽ നിന്നിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ കൂടെ കൂട്ടിപ്പോയേനെ. വളരെ കുറച്ചു കാലം മാത്രം ഒരുമിച്ച് ജീവിച്ച് നിന്നെ വൈദവ്യത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട് പോകാൻ എനിക്ക് മനസ്സനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ മരിച്ചാലും നീ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കണം, നെറ്റിയിൽ പൊട്ടുവയ്ക്കണം. അതിന് നിന്നെ സുമംഗലിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജിതേന്ദ്രൻ്റെ വിധവയാക്കുന്നതിൽ നിന്നും നിന്നെ ഒഴിവാക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഒളിച്ചോട്ടമെന്ന തീരുമാനമെടുത്തത്. എൻ്റെ തിരോധാനത്തിൽ നിന്റെ ഉള്ളം നോവുമെന്നും നീ എനിക്കായി കണ്ണീർ പൊഴിക്കുമെന്നും എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അന്ന് പോരും നേരം നിന്നോട് മാത്രമായി യാത്ര പറഞ്ഞ് ഞാൻ വണ്ടി കയറിയത്. ഞാൻ അകന്നു പോയാൽ നിന്റെ മനസ്സിലെ എൻ്റെ സ്ഥാനം മാറുമെന്നും നീ എൻ്റെ സ്ഥാനത്തേക്ക് മറ്റാരെയെങ്കിലും പ്രതിഷ്ഠിക്കും എന്നും വിശ്വസിച്ച എന്നെ വിഡ്ഢിയാക്കിക്കൊണ്ട് നീ ഇന്നും നിന്റെ ജീവിതം ഒറ്റയ്ക്ക് മുന്നോട്ട് നയിക്കുന്നു എന്നറിയുന്നത് എന്നെ തീർത്തും ദുഃഖത്തിലാഴ്ത്തുന്നു. എന്നുള്ളിലെ അർബുദം പോലെയാണോ പെണ്ണെ ഞാൻ നിന്നിൽ വേറുകൂടിയിരിക്കുന്നത്? എന്നിൽ നിന്നും ഇവയ്ക്കിനിയൊരു മടക്കമില്ലെന്ന പോലെ നിന്നുള്ളിൽ പടർന്ന പ്രണയത്തിൻ്റെ അർബുദമാണോ ഞാൻ? അടുത്ത ഭാഗം നാളെ.